അക്ഷരനഗരിയുടെ ഇരട്ടച്ചങ്കനെന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ യോഗ്യൻ കിരൺ നാരായണൻകുട്ടി എന്ന കൊമ്പനാണെങ്കിലും അതേ സ്ഥാനത്തിനർഹനായ മറ്റൊരു കൊമ്പൻ കോട്ടയത്തിനുണ്ടായിരുന്നു. അവനാണ് അക്ഷരനഗരിയുടെ ഇരട്ടച്ചങ്കൻ ഗജരൗദ്രഭീമൻ ചാന്നാനിക്കാട് വിജയസുന്ദർ. കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ചാന്നാനിക്കാട്. വലുതും ചെറുതുമായി ഒരുപാട് മറുനാടൻ ആനച്ചന്തങ്ങളെ വാളയാർ ചുരം കടത്തി മലയാള മണ്ണിന് പരിചയപ്പെടുത്തിയ ചാന്നാനിക്കാട് ആനത്തറവാട്ടിലെ അംഗമായിരുന്നു വിജയസുന്ദർ എന്ന മറുനാടൻ ആനച്ചന്തം. ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ആനക്കച്ചവടമായിരുന്ന സോൺപൂർ മേളയിൽ നിന്നും വാളക്കയം തോമസ് കുട്ടി അച്ചായനാണ് ഈ ഇരട്ടച്ചങ്കനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് വെറും 15 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കൊമ്പന് വാളക്കയം വിജയൻ എന്നായിരുന്നു പേരിട്ടത്. അധികം വൈകാതെ വാക്കയിൽ വിജയൻ എന്ന പേരിൽ അറിയപ്പെടുകയും കോട്ടയത്തെ ആനത്തറവാടായ ചാന്നാനിക്കാട് ആനത്തറവാട്ടിലേക്ക് എത്തിയ കൊമ്പനെ ചാന്നാനിക്കാട് വിജയസുന്ദർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അഴകിനും അളവിനുമൊപ്പം ഉയരപ്പെരുമ കൊണ്ടും ഏതൊരാളും ഒരടി അകലം പാലിക്കുന്ന രൗദ്രതയുമുള്ള പ്രജാപതിയായിരുന്നു വിജയൻ. മൺമറഞ്ഞ ഗജ ഇതിഹാസം എഴുത്തച്ഛൻ ശ്രീനിവാസനെ ഓർമ്മപ്പെടുത്തുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ആനപ്രഭി എന്ന് പറയുന്നതാണ് ഉത്തമം. ഗജലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ കൊമ്പന് ഒരൽപ്പം അലങ്കാരമായി ചട്ടമ്പിത്തരവും ഒരൽപ്പം കൂടുതൽ കൊടുത്തു എന്ന് വേണം പറയാൻ. ഇടയണമെന്ന് മനസ്സിൽ കരുതിയാൽ പിന്നീട് പാപ്പാന്മാരെ പേടിപ്പിക്കലാണ് ആശാന്റെ വിനോദം. വിജയന്റെ പേടിപ്പെടുത്തലുകളിൽ പേടിച്ചു പോയാൽ പിന്നീട് പാപ്പാന്റെ സ്ഥാനം പടിക്ക് പുറത്താണ്. ഇടഞ്ഞ കൊമ്പൻ പിന്നീട് എന്താണ് കാണിച്ചു കൂട്ടുക എന്ന് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. അത്ര പെട്ടെന്നൊന്നും ആരുടെയും മുമ്പിൽ കീഴടങ്ങാൻ മനസ്സില്ലാത്ത വിജയനെ തിളയ്ക്കാൻ ഒടുവിൽ മയക്കുവെടി തന്നെ ശരണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദേവനും അസുരനും സമാസമം ചേർന്ന ദേവാസുരനാണ് ചാന്നാനിക്കാട് വിജയസുന്ദർ എന്ന കൊമ്പൻ. കടുക്കൻ രാജേഷ് ആയിരുന്നു വിജയസുന്ദറിന്റെ പാപ്പാനായി ഏറ്റവും കൂടുതൽ കാലം അവനെ ഉത്സവപ്പറമ്പുകളിൽ എത്തിച്ചത്. 2020 ജൂൺ 12 വിജയസുന്ദർ നമ്മെ വിട്ടുപിരിഞ്ഞത്. കേരളത്തിലെ നിരവധി ആനകളുടെ ജീവനെടുത്ത എരണ്ടക്കെട്ടെന്ന മാരക രോഗം ബാധിച്ചായിരുന്നു വിജയസുന്ദർ ചേരിഞ്ഞത്.